Hi students, good morning. നമുക്കൊരു പുതിയ കവിതാ ഭാഗത്തിലേക്ക് പോകാം. ഏതാണ് നോക്കിയേ? പാഠം 13 പൈതൽ. എന്താണ് പൈതൽ? അല്ലേ? നല്ല എങ്ങനെയാണ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല ലാളിത്യമുള്ള ഒരു കവിതാ ഭാഗമായിട്ട് തോന്നുന്നു. നമുക്ക് കേൾക്കുമ്പോൾ പൈതൽ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? പൈതൽ കുഞ്ഞ്, കുട്ടി എന്നുള്ള അർത്ഥമാണ്. കുഞ്ഞിനെ പൊടിക്കുഞ്ഞിൻ്റെ ഒരു കഥയാണ് ഇത് നമുക്ക് പഠിക്കാൻ പോകുന്നത്. പൈതൽ നോക്കി ഒരു കുഞ്ഞിൻ്റെ ഒരു കവിതയാണ്, കുഞ്ഞിൻ്റെ ഒരു ഭാവമാണ് പറയുന്നത്. ആരാണ് കവി എന്ന് നോക്കിക്കേ? ചങ്ങമ്പുഴ. ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ എന്നുള്ള കവിയുടെ യഥാർത്ഥ പേരെന്താണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടോ? ചങ്ങമ്പുഴയെ പറ്റി അദ്ദേഹം നോക്കിയൊരു നിർധന കുടുംബത്തിൽ, വളരെ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ആ ഒരു സാമ്പത്തികമില്ലാത്തൊരു കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അപ്പോഴെന്താണ് വളരെ ക്ലേശകരമായിട്ടാണ് നിർവഹിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് സാമ്പത്തികമൊന്നുമില്ല. അപ്പോഴെന്താണ് ഇപ്പോഴത്തെ പോലെ ഗവൺമെൻറ് സ്കൂളുകൾ ആണെങ്കിൽ പോലും അവിടെ എല്ലാം ഫീസ് കൊടുത്ത് പഠിക്കേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. ഇടപ്പള്ളിയിൽ, അദ്ദേഹം ഇടപ്പള്ളിയിലാണ് ജനിച്ചത്. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്തുള്ള സ്കൂളുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. വളരെ ക്ലേശകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച സമയത്ത്, ഹൈസ്കൂളിൽ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആ സമയത്ത് പൂർത്തിയാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തു. ഈ ഒരു സന്ദർഭം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും അടുത്ത സുഹൃത്ത് മരണപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു കവിത രമണൻ എഴുതിയത് കേട്ടോ. രമണൻ എന്ന ഒരു വിലാപകാവ്യം എഴുതുന്നു. ആ ഒരു സുഹൃത്തിൻ്റെ മരണത്തോടു കൂടിയാണ് അദ്ദേഹം, ആ ഒരു മരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ എന്താണ് വളരെ അഗാധമായി സ്പർശിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഇത് രമണൻ. മലയാളത്തിൽ ആദ്യം പ്രശസ്തമായിട്ടുള്ള ഒരു കൃതികളിലൊന്നാണ് രമണൻ. ഏതാണ് നമുക്ക് ഞാനും വരട്ടയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തുകൂടാ. രമണല്ല വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ കഥയൊക്കെ നിങ്ങളിങ്ങനെ സ്കൂളിൽ വരുമ്പോൾ വേണം പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, എന്നിട്ട് എന്താണ് അദ്ദേഹം ആ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതിയത്. അതിനുശേഷം എന്താണ് അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിലും തിരുവനന്തപുരം ആർട്സ് കോളേജിലും ഒക്കെ പഠിച്ചിട്ട് എന്താണ് ഓണേഴ്സ് ബിരുദം നേടി. അദ്ദേഹം മഹാരാജാസിൽ പഠിക്കുന്ന സമയത്ത്, ആ പഠിക്കുന്ന കാലത്ത് തന്നെ ചങ്ങമ്പുഴ എന്താണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയായി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രസിദ്ധീകരണങ്ങളൊക്കെ പുറത്തു വന്നിരുന്ന സമയമായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഓണേഴ്സ് പഠനം, ആ പഠനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു കേട്ടോ. വിവാഹമൊക്കെ കഴിച്ചു. പിന്നെന്താണ് അതിനുശേഷം വീണ്ടും സാമ്പത്തിക പ്രയാസം നിമിത്തം അദ്ദേഹം എന്താണ് യുദ്ധസേവനത്തിലൊക്കെ പോയിട്ടുണ്ട്, പട്ടാളത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെന്നൈയിൽ മദ്രാസിയിൽ ലോ കോളേജിൽ ചേർന്ന് LLB പഠനത്തിൽ. പക്ഷേ ആ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ അദ്ദേഹം ഇടയ്ക്ക് തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെന്താണ് അദ്ദേഹം അതിനുശേഷം നാട്ടിൽ വന്നിട്ട് മംഗളോദയം പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. പിന്നെന്താണ് അദ്ദേഹം ഇടപ്പള്ളിയിൽ തന്നെ ആയിരുന്നു വന്നിട്ട് കുടുംബത്തോടൊപ്പം താമസിച്ചത്. പിന്നെ അദ്ദേഹം എന്നിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് വാതരോഗവും ഒരു ക്ഷയം എന്ന് പറയുന്ന ഇടയ്ക്ക് പണ്ടൊരു വലിയ അസുഖമായിട്ടായിരുന്നു ക്ഷയരോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. പിന്നെന്താണ് അങ്ങനെയാണ് അദ്ദേഹം ആ അസുഖം കൂടിയിട്ടാണ് അദ്ദേഹം 1948 ജൂൺ 17 അദ്ദേഹം മരിച്ചത്.
ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, അദ്ദേഹത്തിന് വെറും 37 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. കണ്ടോ? നമുക്കുള്ള കൊച്ചി മെട്രോയുടെ പാഠമുണ്ടല്ലോ, നമുക്കുള്ള മെട്രോയുടെ പാഠമുണ്ടല്ലോ. മെട്രോ അല്ല, മെട്രോ പാഠമല്ല മക്കളെ, നമ്മൾ കൊച്ചി മെട്രോ ഉണ്ടല്ലോ, മെട്രോ. അപ്പോൾ ഇടപ്പള്ളി സ്റ്റേഷൻ അദ്ദേഹത്തിൻ്റെ സ്മാരകം തന്നെ ഉണ്ടല്ലോ, ചങ്ങമ്പുഴ പാർക്ക് എന്നറിയപ്പെടുന്ന ആ ഒരു സ്റ്റേഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്, ചങ്ങമ്പുഴ പാർക്ക്. അത് അടിസ്ഥാനപ്പെടുത്തി ആ ഒരു മെട്രോയുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിട്ടുണ്ട്. പിന്നെന്താണ്, അദ്ദേഹത്തിന് ഒരുപാട് കൃതികളുണ്ട്. കാവ്യ നർത്തകി, തിലോത്തമ, ബാഷ്പാഞ്ജലി, ദേവത, മണിവീണ, മൗനഗാനം, ആരാധകൻ, അസ്ഥിയുടെ പൂക്കൾ, ഹേമന്ത ചന്ദ്രിക, സ്വരരാഗസുധ, രമണൻ, നിർവാണ മണ്ഡലം, സുധാംഗത, മഞ്ഞക്കിളി, അങ്ങനെ ഒരുപാട് 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 കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നിഴലുകൾ, ആകാശഗംഗ, യവനിക, വാഴക്കുല. ആ വാഴക്കുല അറിയാമോ? നമ്മുടെ മലയക്കുലയാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ വച്ചു. അല്ലേ, കേട്ടിട്ടുണ്ടോ? മനതാരിലാശകൾ പോലതിലോരോരോ മനതക പൊടിച്ചു വന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ചെറിയ ക്ലാസ്സിൽ? അതാണ് അദ്ദേഹത്തിൻ്റെ ആ വാഴക്കുല എന്ന് പറയുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്താണ്? നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ളതിനെ പറ്റിയാണ് അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിരുന്നത്. ആ ഒരു താഴ്ന്ന വർഗത്തിൽപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയും എല്ലാം അദ്ദേഹം അതിൽ അദ്ദേഹത്തിൻ്റെ ഓരോ കൃതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മലയാളത്തിലൊരു കാവ്യമാണ് രമണൻ, കേട്ടോ. രമണൻ ആദ്യത്തെ ഒരു വിലാപ കാവ്യം അറിയപ്പെടുന്നത് രമണനാണ്. നോക്കിയ മക്കളെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് വരപ്പോൾ ഈ ഒരു പാഠഭാഗത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ സൗന്ദര്യവും ആ ഒരു കുട്ടിയുടെ ലാളിത്യവും അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെയാണ് നമ്മുടെ ഈ ഒരു കവിതാഭാഗത്ത്, നമ്മുടെ പൈതൽ എന്ന് പറയുന്ന കവിതാഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ഒരു കുഞ്ഞുങ്ങളുടെ നല്ല കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയൊക്കെ എന്താണ്? നല്ല പാൽപുഞ്ചിരി ആയിരിക്കത്തില്ലേ? നല്ല നിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അർത്ഥമില്ലാത്തതെങ്കിലും രസകരമായ വാക്കുകൾ കൊഞ്ചിപ്പറഞ്ഞ് മുറ്റത്ത് കളിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു ഓമന കുഞ്ഞിനെയാണ് നമ്മൾ ഈ ഒരു കൃതിയിൽ കാണുന്നത്, ഈ ഒരു കവിതയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ആ അത്രയും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം എന്താണോ വേറെ എങ്ങും കാണത്തില്ല, നമ്മുടെ ഭൂമിയിൽ മാത്രമേ കാണത്തുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഒരു പാഠഭാഗത്തിലേക്ക് തേനൊലിക്കുളിർ ചുണ്ടു വിടർത്തി നൽകുന്നിലാവുള്ളിൽ പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലും വാക്കുകൾ പുഞ്ചിയും ലാലസിക്കും നീ തങ്കണത്തിങ്കലായി ലീലയിലാണ്ടോരോ മനപ്പൂവൈതൽ കണ്ണിനാനന്ദമേകാനിതിൽ പരം നിർണയം മഞ്ഞിനില്ല മറ്റൊന്നുമേ. ശ്രദ്ധിച്ചേ, തേനൊലിക്കുളിർ ചുണ്ടു വിടർത്തി പൂനിലാവൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നിതങ്കണത്തിങ്കലായി ലീലയിലാണ്ടോരോ മനപ്പൂം പൈതൽ കണ്ണിനാനന്ദമേകാനിതിൽ പരം നിർണയം മഞ്ഞിനില്ല മറ്റൊന്നുമേ. കുഞ്ഞിൻ്റെ ആ ഒരു പുഞ്ചിരി ശ്രദ്ധിച്ചേ. തേനൊലിക്കുളിർ ചുണ്ടു വിടർത്തി പൂനിലാവൊളി പുഞ്ചിരി തൂകിയും. എന്താണ് ആ ഒരു തേനൊലി കുളിർ ചുണ്ടു വിടർത്തി എന്താണ് തേനൊലിക്കുന്ന കുഞ്ഞുങ്ങളുടെ വായിൽ ഇങ്ങനെ തേനൊഴുകിപ്പോന്ന് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞ് ആ തേനൊലി കുളിർ ചുണ്ടു വിടർത്തി, ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തേനൊഴുകി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളെന്ന് പറയാം ഉമിനീരല്ലേ വരുന്നത്, പക്ഷെ കുഞ്ഞിൻ്റെ വായിൽ വരുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്?
കേട്ടാൽ രസം വരുന്നത്. അങ്ങനെ രസികത്വമായിട്ടുള്ള ആ രസികത്വം നിറഞ്ഞ ആ വാക്കുകൾ, നമുക്ക് കൊഞ്ചലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആ വാക്കുകൾ കൊഞ്ചിയും വേണ്ട എന്താണ്? ലാലസിക്കും നീ തങ്കണത്തിങ്കലായി. ലാലസിക്കുക എന്ന് വെച്ചാൽ എന്തുവാ? എന്ന് ശോഭിക്കുകയാണ്. ലാലസിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ലാസിച്ചിട്ട് ഏറെ ശോഭിച്ചു നിൽക്കുക, ഏറെ ശോഭിക്കുക. ആ ലാലസിക്കും നീ തങ്കണത്തിങ്കലായി. ആ അങ്കണം എന്താണോ? മുറ്റം. അങ്കണം ചത്തുരമൊക്കെ മുറ്റമാണ്. അങ്കണത്തിങ്കലായി. ആ മുറ്റത്ത് നിന്ന് വളരെ ശോഭയോടുകൂടി ആ കുഞ്ഞ് നിൽക്കുകയാണല്ലോ. ലീലയിലാണ്ടോരോ മനപ്പൂവൈറേ. ലീല എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കളികളാണ് ലീല എന്ന് പറയുന്നത്. ആ ലീലയിലാണ് ഇരിക്കുന്ന എന്താണ്? ആ ഒരു ഓമന പൂമ്പൈതലാണ്. ആ ഒരു വളരെ പൈതൽ, ഒരു പൂവിനെ പോലെ മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നോക്കിയേ, സാരസ്യമൂലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നീ തങ്കണത്തിങ്കലായി. ലീലയിലാണ്ടോരോ മനപ്പൂവൈതൽ. അടുത്തൊക്കെ കണ്ണിനാനന്ദമേകാനിതിൽ പരം നിർണയം മഞ്ഞിലില്ല മറ്റൊന്നുമേ. ആ കണ്ണിന് ആനന്ദമേകാൻ ഇതിനേക്കാൾ വലിയൊരു വേറെ ഒരു കാര്യം മറ്റൊന്നും ഇല്ല. തേനൊലിക്കുളിർ ചുണ്ടു വിടർത്തിഞ്ഞൽ പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലം വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നീ തങ്കണത്തിങ്കലായി. ലീലയിലാണ്ടോരോ മനപ്പൂവൈതൽ കണ്ണിനാനന്ദമേകാനതിൽ പരം നിർണയം മഞ്ഞിലില്ല മറ്റൊന്നുമേ. പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും കൊച്ചാട്ടിൻ കുട്ടിയുണ്ട് കൂട്ടാളിയായി. മാമരച്ചില്ല തോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാ ഒന്നിടുന്നു വൈഫലമായിട്ടവൻ. പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും കൊച്ചാട്ടിൻ കുട്ടിയുണ്ടു കൂട്ടാളിയായി. മാമരച്ചില്ല തോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാൻ മുന്നിടുന്നു വിഫലമായിട്ടവൻ. എന്താണ്? ആ ഒരു കുഞ്ഞ് കളിക്കാൻ പോവുകയാണ് കേട്ടോ, കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ്? ആ കുഞ്ഞിൻ്റെ കൂടെ വേറെ ആരുണ്ടെന്നാ പറയുന്നത്? പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും. പച്ചിലകളിലൊക്കെ കടിച്ച് തുള്ളി കളിച്ച് പോകുന്ന ആരുണ്ട്? കൊച്ചാട്ടിൻ കുട്ടിയുണ്ട് കൂട്ടാളിയായി. ഒരു കൊച്ചാട്ടിൻകുട്ടിയുണ്ട് കൂട്ടാളിയായിട്ട്, കൂട്ടുകാരനായിട്ടൊരു ആട്ടിൻകുട്ടിയുമുണ്ട്. മാമരച്ചില്ല തോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ. എന്താണ്? ആ മാമരച്ചില്ലകൾ, മരത്തിൻ്റെ ചില്ലകൾ തോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ. വളരെ മനോഹരമായിട്ടുള്ള ആ കോമളം എന്ന് വെച്ചാൽ വളരെ മാർദ്ദവും മാധുര്യമുള്ളതാണ് ആ കോമളം എന്ന് പറയുന്നത്. ആ കോമളങ്ങളാം മഞ്ഞക്കിളികളെ. മഞ്ഞക്കിളികളും ഇതിൻ്റെ കൂടെയുണ്ട്. ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാൻ ൂന്നിടുന്നു വിഫലമായിട്ടവൻ. ഇവിടെ മഞ്ഞക്കിളികൾ ആ കുഞ്ഞു കിളികളെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞ് ചെന്ന് പയ്യെ എടുത്തിടുവാൻ ചെല്ലുവാണ്. എന്നിട്ട് എന്താണ്? വിഫലമായി പോയി. കിളിയെ കിട്ടുമോ? നമ്മളിപ്പോൾ കിളിയെ പിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലല്ലോ. കിളിയെ കിട്ടില്ല. ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാനിടുന്നു വിഫലമായിട്ടവൻ. ആ കുഞ്ഞ് പന്നിക്കിളിയെ പിടിക്കാൻ വേണ്ടി ചെന്നിട്ട് എന്താണ്? കിളിയെ കിട്ടിയ കിളിയെ എന്ത് ചെയ്തു? പറന്നുപോയി. നോക്കിയ കുഞ്ഞുങ്ങൾ അത്രയൊന്നും ശ്രദ്ധിച്ചേ. തേനൊലിക്കുളിർ ചുണ്ടു വിടർത്തി പൂനിലാമൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നീ തങ്കണത്തിങ്കലായി. ലീലയിലാണ്ടോരോ മനപ്പൂവൈതൽ
കുട്ടിയുണ്ടു കൂട്ടാളിയായി മാമരച്ചില്ല തോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാടുന്നു വിഫലമായിട്ടവൻ. നല്ലൊരു കവിതയല്ലേ? നോക്കി, മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിയിടുന്നു. പിന്നെന്താണ്? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ കിളിയെ പിടിക്കാൻ പോയിട്ട്, മഞ്ഞക്കിളിയെ പിടിക്കാൻ പോയിട്ട് കിട്ടിയോളോ? മഞ്ഞക്കിളിയെ കിട്ടിയില്ല. മഞ്ഞക്കിളി എന്ത് ചെയ്തു? പറന്നു പൊക്കളഞ്ഞു. എന്നിട്ട് പിന്നെന്താ ചെയ്യുന്നത് നോക്കിയേ. മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങുന്നു. എന്ത് ചെയ്യുന്നു? മുമ്പിലൂടെ ആ പാറ കളിക്കുന്ന പൂമ്പാറ്റ പോകുന്നുണ്ട്, ബട്ടർഫ്ലൈ. അങ്ങനെ എന്ത് ചെയ്തു? പിന്നിലൂടെ പതുങ്ങി നടന്നു ചെന്ന് എന്ത് ചെയ്തു? ആ പൂമ്പാറ്റ പിടിക്കാൻ പോവാട്ടോ. മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിയിടുന്നു. അപ്പോഴും ആ ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? പൂമ്പാറ്റ കിട്ടുമോ? കിളിയെ പിന്നെയേ കിട്ടും, പക്ഷെ പൂമ്പാറ്റ ഒട്ടും കിട്ടത്തില്ലല്ലേ? അങ്ങനെ പൂമ്പാറ്റ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു? ആ കൈ കിട്ടത്തില്ല. അങ്ങനെ കിട്ടിടാതവൻ പിന്മടങ്ങുന്നു. നോക്കിയേ, ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതസില്ലവനില്ല അല്ലലില്ലൽപ്പവും വെൽക വെൽക നീ ശൈശവകാലമേ വെൽക വെൽക നീ ആനന്ദധാമമേ. വെൽക എന്ന് വെച്ചെന്താണ്? വിജയിക്കുക. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതസിലവനില്ല അല്ലലൽപ്പവും വെൽക വെൽക നീ ശൈശവകാലമേ വെൽക വെൽക നീ ആനന്ദധാമമേ. നോക്കിയേ നിങ്ങളെ. അപ്പോഴെന്താണ്? ആ ഏതു നേരത്തും ആനന്ദം എന്ന് വെച്ചാൽ എന്നുള്ള വാക്കിനർത്ഥം? സന്തോഷം. ആ സന്തോഷമല്ലാതെ മറ്റൊന്നും ആ കുഞ്ഞിൻ്റെ മനസ്സിലില്ല, അല്ലേ? ചേതസ് എന്ന് വെച്ചാൽ വാക്കിനർത്ഥം എന്താണ്? മനസ്സ്. മറ്റൊന്നും ആ കുഞ്ഞിൻ്റെ മനസ്സിലില്ല. എപ്പോഴും എന്തെങ്കിലും കാട്ടിക്കുട്ടിച്ച് ചിരിച്ച് സന്തോഷിച്ച് നടക്കാനാണ് കുഞ്ഞിന് ഇഷ്ടം. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതസില്ലവനില്ല അല്ലലൽപ്പവും വെൽക വെൽക നീ ശൈശവകാലമേ വെൽക വെൽക നീ ആനന്ദധാമമേ. മനസ്സിലായോ നിങ്ങളെ ഈ പാട്ട്? വെൽക എന്ന് വെച്ചാൽ വിജയിക്കുക. നീ വിജയിക്കുക. നിന്റെ ശൈശവകാലമേ നീ വിജയിക്കുക. നീ വളരെ ആനന്ദധാമമാണ്. ആ ഒരു എപ്പോഴും അദ്ദേഹം ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന എന്താണ്? ആ കുഞ്ഞിൻ്റെ മനസ്സിലെന്താണ്? എപ്പോഴും സന്തോഷമാണ്. കാരണം വെച്ചാൽ കുഞ്ഞിന് ദുഃഖം തിരിച്ചറിയാനുള്ള സമയമായിട്ടില്ല. അപ്പോഴെന്താണ്? ആനന്ദത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ളത് എന്താണ്? ആനന്ദത്തിൻ്റെ ഇരിപ്പിടമായ ബാല്യകാലമേ ആ ബാല്യകാലം വിജയിച്ചാലും എന്നാണ് കവിയുടെ അവിടെ ആശംസിക്കുന്നത്. എന്താണ്? ആ കുട്ടിയുടെ ഒരു നിഷ്കളങ്കതയും ആ ശൈശവത്തിൻ്റെ ആഹ്ലാദവുമാണ് ഈ വരികളിൽ പറയുന്നത്. കുഞ്ഞുങ്ങൾ എപ്പോഴും എന്തായിരിക്കും? നിഷ്കളങ്കരായിരിക്കത്തില്ലേ? അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും പിന്നെന്താണ്? ആ ശൈശവത്തിൻ്റെ ഒരു ആഹ്ലാദവുമാണ് നമ്മളുടെ കവി ഈ ഒരു കവിതാഭാഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയ മക്കളെ. തേനുനിക്കുളിൽ ചുണ്ടു വിടർത്തി ഞാൻ പൂനിലാമൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാതെങ്കിലും എത്രയും സാരസ്യമൂലം വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നിതങ്കണത്തിങ്കലായി ലീലയിലാണ്ടോരോ മനപ്പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാനിതിൽ പരം നിർണയം മണ്ണിലില്ല മറ്റൊന്നുമേ. പച്ചിലകൾ കടിച്ചു ചാച്ചാടിയും കൊച്ചാട്ടിൻ കുട്ടിയുണ്ടു കൂട്ടാളിയായി മാമരച്ചില്ല
മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിയിടുന്നു. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതസിൽ അവനില്ല അല്ലലൽപ്പവും. വെൽക വെൽക നീ ശൈശവകാലമേ, വെൽക വെൽക നീ ആനന്ദധാമമേ. ഒന്നുകൂടെ വായിച്ചിരണോ? വായിച്ച് പഠിക്കണേ, വേണം വായിക്കുന്നതിന് കൂടെ വായിക്കണേ. തേനൊലി കുളിച്ചുണ്ടോ വിടർത്തി ഞാൻ നിലാമൊളി പുഞ്ചിരി തൂക്കിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലം വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നിതങ്കണത്തിങ്കലായി നീലയിലാണ്ടോരോ മനം പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാനതിൽ പരം നിർണയം മഞ്ഞിനില്ല മറ്റൊന്നുമേ. പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും കൊച്ചാട്ടിൻ കുട്ടിയുണ്ടു കൂട്ടാളിയായി മാമരച്ചില്ല തോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാൻ മുന്നിടുന്നു വിഫലമായിട്ടവൻ. മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിയിടുന്നു. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതസീലവനില്ല അല്ലലൽപ്പവും. വെൽക വെൽക നീ ശൈശവകാലമേ, വെൽക വെൽക നീ ആനന്ദധാമമേ. അദ്ദേഹത്തിന്റെ ശ്മശാനത്തിലേക്ക് വസിക്കുന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഭാഗമാണ് ഈ പൈതൽ. ഓക്കെ മക്കളെ, നമുക്കിനി നോട്ട്സ് നോക്കാം. അർത്ഥം നോക്കിയേ, ശ്രദ്ധിച്ചേ. ഒളി ശോഭ, നിർണയം നിശ്ചയം, അല്ലൽ ദുഃഖം, ലാലസിക്കുക ഏറെ ശോഭിക്കുക, മാമരം വലിയ മരം, ലീല കളി വിനോദം, ഊന്നുക ശ്രമിക്കുക അല്ലെങ്കിൽ ലക്ഷ്യമാക്കുക, വെൽക വിജയിക്കുക, സാരസ്യം രസികത്വം തമാശ എന്ന് പറയുന്നില്ലേ സാരസ്യം, കോമളം മാധവം മാധുര്യം, അങ്കണം മുറ്റം, ചേതസ് മനസ്സ്, ധാമം ഇരിപ്പിടം, തൂകുക ചിതറുക അല്ലെങ്കിൽ ചൊരിയുക, മന്ദ പതുക്കെ. അടുത്ത സമാന പദങ്ങൾ നോക്കിയ മക്കളെ. കണ്ണ് നയനം നേത്രം, അല്ലൽ ദുഃഖം വ്യഥ, അങ്കണം മുറ്റം, അജിതം ചത്തുരം ഉണ്ട് കേട്ടോ, കൈ കരം ഹസ്തം, ചേതസ് മനം ചിത്തം, മരം വൃക്ഷം തരു ശാഖി വടവയൊക്കെ ഉണ്ട്. അടുത്ത മാതൃക നോക്കി എഴുതാനുള്ളത് നോക്കിക്കേ. സദസ്സിലുള്ളവരാരാണ്? സദസ്യർ. പിതാവിനെ സംബന്ധിക്കുന്നത് പൈതൃകം. സ്വർണം കൊണ്ടുള്ള മാല സ്വർണമാല, അത് ടെക്സ്റ്റിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അസൂയയുള്ളവൻ അസൂയാലു. സമുദ്രത്തിന്റെ തീരം സമുദ്രതീരം. ഊന്നാനുള്ള വടി ഊന്നുവടി. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം. കവിയുടെ ഭാവന കവിഭാവന. പക്ഷികളുടെ സങ്കേതം പക്ഷി സങ്കേതം. ധ്യാനത്തിന്റെ മണി ധാന്യമണി. വഴികാട്ടുന്ന ആൾ വഴികാട്ടി. വിജ്ഞാനത്തെ സംബന്ധിച്ചത് വൈജ്ഞാനികം. ഒന്നുകൂടെ പറയണോ അത്? അസൂയുള്ളവൻ അസൂയാലു. സമുദ്രത്തിന്റെ തീരം സമുദ്ര
ഊന്നാനുള്ള വടി ഊന്നുവടി. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം. കവിയുടെ ഭാവന കവിഭാവന. പക്ഷികളുടെ സങ്കേതം പക്ഷി സങ്കേതം. ധാന്യത്തിൻ്റെ മണി ധാന്യമണി. വഴികാട്ടുന്ന ആൾ വഴികാട്ടി. വിജ്ഞാനത്തെ സംബന്ധിച്ചത് വൈജ്ഞാനികം. അടുത്ത ഉത്തരം എഴുതുക, ശ്രദ്ധിച്ചേ. കണ്ണിനാനന്ദമേകാനതിൽ പരം നിർണയം മഞ്ഞിനില്ല മറ്റൊന്നുമേ. കവി ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഏത് കാഴ്ചയെ കുറിച്ചാണ്? കുഞ്ഞിളം ചുണ്ടു വിടർത്തി പുഞ്ചിരി പൂനിലാവ് പരത്തിക്കൊണ്ട് കിളിക്കൊഞ്ചലുമായി മുറ്റത്ത് കളിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ ദൃശ്യം കണ്ണിനും മനസ്സിനും പകർന്നു നൽകുന്ന ആനന്ദത്തെക്കാൾ വേറെ വലിയൊരു ആഹ്ലാദവും ഭൂമിയിലില്ലെന്നാണ് കവി പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ആ കുഞ്ഞിളം ചുണ്ട് വിടർത്തിക്കൊണ്ട് പുഞ്ചിരി പൂനിലാവ് പരത്തിക്കൊണ്ട് കിളിക്കൊഞ്ചലുമായി മുറ്റത്ത് കളിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ ദൃശ്യം കണ്ണിനും മനസ്സിനും പകർന്നു നൽകുന്ന ആനന്ദത്തെക്കാൾ വലിയ വേറൊരു ആഹ്ലാദം ഭൂമിയിലില്ലെന്നാണ് കവി പറയുന്നത്. കുട്ടിയുടെ കൂട്ടാളി ആരാണ്? പച്ചിലകൾ കടിച്ചുകൊണ്ട് മുറ്റത്തുകൂടി തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചാട്ടിൻ കുട്ടിയാണ് പൈതലിൻ്റെ കൂട്ടാളി. തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചാട്ടിൻ കുട്ടി, ആട്ടിന്റെ കുഞ്ഞുണ്ടല്ലോ, അതാണ് ആ കുട്ടിയുടെ കൂട്ടാളി. ശൈശവത്തിന്റെ സവിശേഷത എന്താണെന്നാണ് കവി പറയുന്നത്? എന്താണ് ശൈശവത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്? ഏത് നേരവും മനസ്സിൽ ആനന്ദമല്ലാതെ ദുഃഖം അല്പം പോലും ഇല്ലാത്തതാണ് ശൈശവത്തിന്റെ സവിശേഷതയായി കവി പറയുന്നത്. എന്തൊക്കെയാണ്? ഏതു നേരവും മനസ്സിൽ ആനന്ദമല്ലാതെ ദുഃഖം അല്പം പോലും ഇല്ലെന്നാണ് ശൈശവത്തിന്റെ സവിശേഷതയായി കവി പറയുന്നത്. കുട്ടിയുടെ ഏതൊക്കെ ശ്രമങ്ങളാണ് വിഫലമായി തീരുന്നത്? വലിയ മരത്തിന്റെ ചില്ലകൾ തോറും പറന്നു നടക്കുന്ന മഞ്ഞക്കിളിയെ പിടിക്കാനുള്ള ശ്രമവും മുറ്റത്ത് കുട്ടിയുടെ സമീപത്തു കൂടി പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ പതുങ്ങി ചെന്ന് പിടിക്കാനുമുള്ള കുട്ടിയുടെ ശ്രമങ്ങളാണ് വിഫലമായത്. എന്താണ് ആ വലിയ മരത്തിന്റെ ചില്ലകൾ തോറും പറന്നു നടക്കുന്ന മഞ്ഞക്കിളിയെ പിടിക്കാനുള്ള ശ്രമവും പിന്നെന്താണ് മുറ്റത്ത് കുട്ടിയുടെ സമീപത്തുകൂടി പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ പതുങ്ങി ചെന്ന് പിടിക്കാനുമുള്ള കുട്ടിയുടെ ശ്രമങ്ങളാണ് വിഫലമായത്. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെയാണ് കവി അവതരിപ്പിക്കുന്നത്. അവൻ്റെ തേനൊലിക്കുന്ന ചുണ്ടിൽ വിടരുന്ന നിലാവ് പോലുള്ള പുഞ്ചിരിയും അർത്ഥമില്ലാത്തതെങ്കിലും ഏറെ കൃത്യമായ കൊഞ്ചലുകളും മരച്ചിന്തയിൽ പറക്കുന്ന മഞ്ഞക്കിളിയെയും അരികിലൂടെ പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ പിടിക്കുവാനുള്ള ശ്രമവുമെല്ലാം വായനക്കാരുടെ മനസ്സിൽ ആഹ്ലാദാനുഭവം പകരുന്നതാണ്. അവനോടൊപ്പം ഒരു ആട്ടിൻകുട്ടിയും തുള്ളിച്ചാടി നടക്കുന്നതായി കവി പറയുന്നു. ഏതു സമയവും ആനന്ദമല്ലാതെ അല്പം പോലും ദുഃഖം ആ മനസ്സിൽ ഇല്ല. മനുഷ്യക്കുഞ്ഞിനെ പോലെ തന്നെയാണ് ആട്ടിൻകുട്ടിയുടെയും ആഹ്ലാദവും. ബാല്യത്തിൻ്റെ ആഹ്ലാദാനുഭവത്തിന് മനുഷ്യനെന്നോ മറ്റു ജീവികളെന്നോ ഭേദമില്ല എന്നതാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും ആഹ്ലാദകരവുമായ ശൈശവകാലത്തിൻ്റെ മനോഹാരിത ആവിഷ്കരിക്കുന്ന ഈ കവിത ഏറെ കൃത്യമാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കളിയും ചിരിയുമെല്ലാം നേരിൽ കണ്ട് ആസ്വദിക്കുന്ന അനുഭവം വായനക്കാരെ ഉളവാക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നുണ്ട്. അനുയോജ്യമായ പദങ്ങളോടൊപ്പം തന്നെ താളവും ഈ കവിതയെ ഏറെ ആസ്വാദ്യകരമാക്കുന്നുണ്ട്. നോക്കിയേ, നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ജീവചരിത്ര കുറിപ്പുമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. നോക്കിയേ, മലയാളത്തിൻ്റെ ഗന്ധർവ കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കൊച്ചിക്കടുത്ത് ഇടപ്പള്ളിയിൽ 1911 ഒക്ടോബർ 10 ജനിച്ചു. തെക്കേടത്തെ രാമൻ മേനോന്റെയും ചങ്ങമ്പുഴ വീട്ടിൽ പാറുക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ച ചങ്ങമ്പുഴ കൗമാരപ്രായത്തിൽ തന്നെ കവി എന്ന നിലയിൽ പ്രശസ്തനായി. 20-ാം വയസ്സിൽ ആദ്യ കവിതാ സമാഹാരമായ ബാഷ്പാഞ്ജലി പ്രസിദ്ധീകരിച്ചു. 25-ാം വയസ്സിൽ എഴുതി പ്രസിദ്ധീകരിച്ച രമണൻ എന്ന ഖണ്ഡകാവ്യം കേരളീയ സഹൃദയ ലോകത്തെ കീഴടക്കി കളഞ്ഞു. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ
പാസ്സായി. കുറച്ചു കാലം പട്ടാളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ചങ്ങമ്പുഴ പിന്നീട് തൃശ്ശൂരിലുള്ള മംഗളോദയ പത്രാധിപരായി പ്രവർത്തിച്ചു. കവിതയെ ജനകീയമാക്കുന്നതിൽ ചങ്ങമ്പുഴ അതിപ്രധാനമായ പങ്ക് വഹിച്ചു. യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളെ അദ്ദേഹം കവിതയ്ക്ക് വിഷയമാക്കി. ഉദ്യാനലക്ഷ്മി, സങ്കല്പഗാന്ധി, ഓണപ്പൂക്കൾ, രക്തപുഷ്പാഞ്ജലി, നിഴലുകൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാനം, സ്വരരാഗസുധ, മോഹിനി, പാടുന്ന പിശാച്ച്, തുടിക്കുന്ന താളുകളെല്ലാം എന്ന ആത്മാർത്ഥതയും, കളിത്തോഴി എന്ന നോവൽ ഉൾപ്പെടെ 40-ലധികം കൃതികൾ ചങ്ങമ്പുഴ രചിച്ചിട്ടുണ്ട്. ആ പൂമാല, വാഴക്കുല തുടങ്ങിയ കവിതകൾ വളരെയേറെ പ്രശസ്തമാണ്. ആ പൂമാല രോമാഞ്ചം, നല്ലൊരു കവിത കേട്ടോ. നോക്കിയേ, മലയാളത്തിലെ ഓഫ്യൂൺസ് എന്ന് വിശേഷിപ്പിക്കുന്ന ചങ്ങമ്പുഴ ക്ഷയരോഗബാധിതനായി 1948 ജൂൺ 18-ന് 37-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നന്നായിട്ട് വായിച്ചു നോക്കുക. ഒന്നുകൂടെ വായിച്ചു തരണോ? ഒന്ന് ശ്രദ്ധിച്ചേ. തേനുനിക്കുളിൽ ചുണ്ടു വിടർത്തി നിലാമൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യമൂലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നിതങ്കണത്തിങ്കലായി നീലയിലാണ്ടോരോ മനപ്പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാനിതിൽ പരം നിർണയം മണ്ണിലില്ല മറ്റൊന്നുമേ. പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും കൊച്ചാട്ടിൻ കുട്ടിയുണ്ടു കൂട്ടാളിയായി മാമരച്ചില്ല തോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാ ഉന്നിടുന്നു വിഫലമായിട്ടവൻ മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റകൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിയിടുന്നു. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതശീലവനില്ല അല്ലൽപ്പവും. വെൽക വെൽക നീ ശൈശവകാലമേ, വെൽക വെൽക നീ ആനന്ദധാമമേ. നന്നായിട്ട് വായിച്ചു പഠിക്കുക. നോട്ട്സ് കിട്ടുമ്പോൾ തന്നെ എഴുതി വെക്കുക. എഴുതി പഠിക്കണം കേട്ടോ, എഴുതി വെച്ചിരുന്നാൽ പോരാ. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.